ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ കയ്യിൽ എന്തോ ഒരു സംഭവം. ഇതാണ് നെയിൽസ് എക്സ്റ്റൻഷൻ. കാണുമ്പോൾ എക്സ്റ്റൻഷൻ നല്ലൊരു തേച്ചുടനെ കൈയൊന്ന് വലിച്ചെടുത്തിട്ട് എണ്ണ തേച്ചാൽ നമുക്ക് ഒരു കുഴപ്പം വരത്തില്ല. ഒരു കുഴപ്പമില്ല. നമ്മുടെ ഉത്സവപ്പറമ്പിൽ പൊങ്കാലയായിരുന്നു, അന്നേരം വാങ്ങിച്ചതാണ്. ഞാൻ മീഷോയിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ നോക്കി. അപ്പം ഇതിന് 93 രൂപ. അത് നമുക്ക് വളരെ കുറവ് കിട്ടി. 93 രൂപ. നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് നോക്കിയപ്പോൾ ഇതിന് വെറും 60 രൂപ. ഇത്ര നാൾ കാത്തിരുന്ന സാധനം എനിക്ക് ഇന്ന് കൈ കിട്ടി. നമുക്കിന്ന് ഇത് അൺബോക്സ് ചെയ്യാം. ചാട്ടന് തോക്ക് വേണം. ഗൂഗിൾ പേയിൽ നമുക്ക് ചെയ്യാം. ഞാൻ പൈസ പുറകിലായിട്ട് ഇതിനകത്തൊക്കെ പ്രോജക്റ്റ് എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാം. എല്ലാ മാസവും ആരെടി വിളിച്ചോണ്ടിരിക്കുന്നത്? പറയുന്നു പരിചയമുള്ള വ്യക്തിയിൽ നിന്ന് പോലും എനിക്ക് മെസ്സേജ് വന്നാൽ ചിലപ്പോൾ അത് അതിന്റെ മെസ്സേജ് ഞാൻ ഹാൻഡായിക്കൊണ്ടാകാം. അപ്പോൾ ആദ്യം നോർമൽ കോൾ ചെയ്ത് ചെക്ക് ചെയ്തു. പിന്നെ പറയൂ ഞാൻ മണ്ടതല്ല. നിങ്ങൾ ആരെങ്കിലും ടെസ്റ്റ് ചെയ്യൂ. എനിക്ക് ഉപകാരം ചെയ്യാവോ? നീ നിന്റെ ഫോണിൽ നിന്റെ അച്ഛനെ വിളിച്ചു തരാമോ? എന്തിനാണ്? എന്തിനാന്നൊക്കെ പറഞ്ഞാലേ ചെയ്യുള്ളൂ. എന്റെ മക്കൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അത് നിന്റെയൊക്കെ ചെറുപ്പടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്നും അങ്ങനെ ആയിരിക്കും വിചാരിക്കണ്ട. Sunday afternoon movie. Eastern Kerala number 1 sample powered by Mr. Gold Sunflower Oil.
കൊടുക്കുന്നു. അത് നമ്മള് വഴക്കാൻ കുഞ്ഞൊക്കെ പോകുന്നു. കുഞ്ഞ് ബാഹു പിടിച്ചെടുത്താൽ പോരെ. എന്താണോ? എന്റെ പേര് ഇന്ദുലേഖ. വീട് മുണ്ടൂര. പാലക്കാട് ബ്രാഞ്ചിന് ഞാനൊരു ലോൺ എടുത്തിരുന്നു. അതിപ്പോ എനിക്ക് മനസ്സിലായി. കുട്ടി ഇരിക്കും. ഞാൻ ആ ഫയല് കണ്ടിരുന്നു. അത് പലിശ മുതലിന് ഇരട്ടിയോളായല്ലോ. ഒരറിവ് മറ്റോ അടച്ചിട്ടല്ലേ? പിന്നെ തോന്നി നിവർത്തിയില്ലാഞ്ഞിട്ടാ. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാ കടം. അത് മുഴുവൻ ചെലവാക്കിയിട്ടും അമ്മ പോയി. ഞാനൊരു തയ്യൽ ക്ലാസ് നടത്തുന്നുണ്ടേ. അതിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് വേറെ ചില കടങ്ങളുള്ളത് വീട്ടിൽ വരിക. അതെന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ ഗതിയില്ലാത്ത കൂട്ടര് എൻ്റെ അവസ്ഥ കണ്ടിട്ടൊന്ന് സഹായിച്ചതാണ്. അത് കുറേശ്ശെ തീർന്നു വരുന്നു. അപ്പോഴാണ് ഇരുന്ന് പേപ്പർ വന്നത്, വീട് ഒഴിഞ്ഞു തരണമെന്ന്. ഒഴിഞ്ഞു പോവാനൊരു ഇടം വേണ്ടേ? അതില്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ആരാധന? കുട്ടിയുടെ അന്ന് ഒരിക്കലും കടന്നു ആനന്ദോണില്ലാത്തൊരു വാര്യക്കാരിയല്ലേ. ഇങ്ങനെ എന്തെങ്കിലും യാത്രയ്ക്ക് ഞാൻ കൂടുതൽ ഒരു പേര് ഞാനിപ്പോ എന്താ ചെയ്യാ? വാങ്ങിച്ചത് ഞാൻ തിരിച്ചു തരേണ്ടത് തന്നെയാണ്. ഒഴിവെക്കാൻ പറയില്ല. പലിശ കുറച്ച് ആ സ്ഥലം എടുത്തോളൂ. എന്തെങ്കിലും ബാക്കി എനിക്ക് തന്നാൽ മതി. അത് കിട്ടിയാൽ ബാക്കിയുള്ള കടങ്ങളൂടി വിട്ടായിരുന്നു. ഞാൻ പാലക്കാട് ബ്രാഞ്ച് മാനേജർ അറിയിക്കട്ടെ. പലിശ മുഴുവൻ വേണ്ടത് വെച്ചാലും ആ പുഴയിൽ വിറ്റാലും ഞങ്ങൾ അന്ന് നമ്മൾ കാശിപ്പൊട്ടിട്ടില്ല. എന്നാലും നമുക്ക് എന്താ വഴി? എന്നാൽ ഞങ്ങള് കുട്ടി എവിടെ പഠിച്ചു? ഡിഗ്രി ടൈപ്പിൽ ഓരോ പാസ്സായി പലിശ പോയിട്ട് ഏതാ ഒരു അയ്യോ ഭാവം കേസാ. സങ്കടം ബോധിപ്പിക്കാൻ വന്നതാ. കയ്യിലുള്ള പൈസ എഴുതി കൊടുക്കാൻ വേണം. പിന്നെ ഈ കണ്ണീരും ക്യാൻസറും ഓരോ എക്സ്ക്യൂസ്. നീ എവിടെ? അനിയത്തിയുടെ കോളേജ് ഹോസ്റ്റൽ വരെ പോയി. അവൾക്കൊരു പ്രപ്പോസൽ കൂടെ
കൂട്ടാന്ന് പറഞ്ഞപ്പോ അവള് വന്നോളാണ്. അച്ഛനും പുതിയ കാറ് മേടിച്ചു കൊടുക്കുന്നത് അതിന് ബലത്തിലായിപ്പോ. ആരോ സ്റ്റിക്കർ ടയർ പഞ്ചറായി. അത് തന്നെ ഞാൻ മലയാളത്തിൽ ചോദിച്ചത്. വീട്ടിൽ തീർന്നോ മോനെ? എടാ, ഈ ടയർ ഒന്ന് മാറ്റിയിടാൻ സഹായിക്കുമോ? ഇല്ല ഇല്ലേ? ഇല്ല. എന്നാ ചർച്ച വിളിച്ചതാ. എനിക്ക് അർജന്റായിട്ട് വീട്ടിലെത്തണം. എന്റെ കല്യാണത്തിന്റെ പ്രശ്നമാണ്. കല്യാണം ആരാ പെണ്ണ? That's the good one. അച്ഛനെ വെക്കുന്ന കൂടി കുറെ കഷ്ടപ്പെട്ട് തപ്പിക്കൊണ്ടുവന്ന ഒരു ഡോക്ടറെ കക്ഷി. അവിടെ 9 മണിക്ക് അവിടെ എത്തും. അതിന് പെട്ടി അവിടെ എത്തണം. പോയി ഒന്ന് വൃത്തിയായി തേച്ച് കുളിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് കാപ്പി ട്രെയുമായിട്ട് ഇങ്ങനെ നാളത്തെ ഷർട്ട് ചെയ്ത് ആ ഇംഗ്ലീഷ് വൈദ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി കാപ്പി കൊടുത്തിട്ട് കാലിന്റെ തള്ളകൾ വെച്ച് 4 വര വലിച്ചിട്ട് പിന്നെ ശരീരത്തിന്റെ നാട്ടൽ മനസ്സിലായി കൊടുത്താൽ ഇങ്ങനെ തിരിഞ്ഞ് മന്ദം ഇങ്ങനെ നടന്നു പോയിട്ട് അടുത്ത് പോയിട്ട് അമ്മയോട് പറയാം, എനിക്ക് ആ കഴുതി ഇഷ്ടമായിട്ടേ ഇല്ല. അതെങ്ങനെയാണോ കാണാതെ തീരുമാനിക്കുക? എന്റെ അച്ഛന്റെ ഏട്ടൻ നീ കണ്ടുപിടിച്ചതല്ലേ? ഞാൻ കേൾക്കുന്നില്ലേ അത് ഞാനും കേൾക്കില്ല. അവനെ ഞാൻ തന്നെ കണ്ടെത്തും. ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു. എവിടാ തന്റെ വീട്? കാളൂർ മൂപ്പനാണെന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ മൂപ്പൻ കച്ചേരി. അപ്പനെന്റെ ആ രാമേഷന്റെ അറിയില്ല. യെസ്. നമ്മൾ മനസ്സിലായില്ലല്ലോ. ഈ ലൊക്കേഷൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ലായിരുന്നു. 6 വർഷം പുറത്തായിരുന്നോ? അകത്തായിരുന്നു. സെൻട്രൽ തീരി അകത്തോട്ട് കയറിയാത്ത ഇല്ല. മാഷ് വയ്ക്കാം. ഞാൻ വയ്ക്കണം. കേറാൻ ഇത് ചൂടാൻ. എന്ത് ചോറ്? അതെന്റെ പേര്. വീട്ടിലമ്മ അച്ചു എന്ന് വിളിക്കും. നാട്ടിൽ ചെല്ല് അച്ചു അച്ചുവേട്ടാന്നൊക്കെ വിളിക്കും. എന്താ പേര്? എന്ത് ചോ? അച്ചോട്ടെ. അതെന്റെ പേര്. ഞാൻ ചോദിച്ചത് തന്റെ പേര്. അനുരാധ. അനുരാധ. ആ പേരിൽ സിനിമാ നടി ഉണ്ടായിരുന്നല്ലോ. നല്ല കറുത്തിട്ട് ആയമേ എനിക്ക് ഭയങ്കര ഇഷ്ടമേ. പോവാൻ മനസ്സിലേശ